2020 ശേഷം ഫൈനലി ഗൂഗിൾ അവരുടെ പിക്സൽ ഫോൺസ് ഒഫീഷ്യലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതായത് ഗൂഗിളിൻ്റെ ഗൂഗിൾ പിക്സൽ 6a ഈസ് ഒഫീഷ്യലി കമ്മിങ് ടു ഇന്ത്യ. സോ ഞാൻ എക്സൈറ്റഡ് ആണ്. പക്ഷേ സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് കണ്ടപ്പോൾ ചെറിയ രീതിയിലുള്ള ഡിസപ്പോയിൻമെൻറ്റും തോന്നി, ചെറിയ നിരാശയൊക്കെ തോന്നി. അതെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഒരു ഫീഡ്ബാക്ക്, എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല. സോ എൻ്റെ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. പിക്സൽ 6aൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽ ബാക്ക് ആണ് വരാൻ പോകുന്നത്. ഫ്രെയിം മെറ്റലാണ്, റീസൈക്കിൾഡ് അലൂമിനിയം ഫ്രെയിം ആണ് വരാൻ പോകുന്നത്. പിക്സൽ 5aൻ്റെ ബാക്ക് മെറ്റൽ ആയിരുന്നു. സോ ചെറിയൊരു കോസ്റ്റ് കട്ടിങ്, ചെറിയൊരു ഡൗൺ ഗ്രേഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ മെറ്റൽ ടു പ്ലാസ്റ്റിക്കിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം. എനിവേ പിക്സൽ 6 സീരീസിന് 6ഉം 6 പ്രോയിലുള്ള ആ ഒരു റോബോകോപ്പ് ഡിസൈൻ ഉണ്ടല്ലോ, ക്യാമറ മോഡ്യൂൾ തള്ളി നിൽക്കുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ, എക്സാക്ട്ലി അതേ ഡിസൈൻ ലാംഗ്വേജ് ആയിരിക്കും പിക്സൽ 6aയിലും. സോ നിങ്ങൾക്ക് 6ഉം 6 പ്രോയിൻ്റെ ഡിസൈനിങ് ഫാക്ടർ ഇഷ്ടമാണെങ്കിൽ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസൈനിങ് ഫാക്ടർ മേടിക്കാം. ഓക്കെ, പിന്നെ IP67 റേറ്റിംഗ് വരുന്നുണ്ട്. ദാറ്റ്സ് നൈസ്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.1 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. ഗൊറില്ല ഗ്ലാസ് സ്ക്രീനിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, HDRൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പക്ഷേ എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവരെടുത്ത് പറഞ്ഞിട്ടില്ല. സോ അതിൻ്റെ അർത്ഥമായിരിക്കും മിക്കവാറും 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരാൻ പോകുന്നത്. ഞാൻ 120 ഹെർട്സ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 90 ഹെർട്സ് എങ്കിലും കൊടുക്കാമായിരുന്നു. അത് ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നി. അതേ സമയത്ത് ഇത്തവണ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. പിക്സൽ 5aയിൽ ബാക്കിലായിരുന്നു, റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിരുന്നു. ഇത്തവണ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. പക്ഷേ അത് കേട്ടിട്ട് ചിലർക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം 6ലും 6 പ്രോയിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നല്ല സ്ലോ ആയിരുന്നു, ഗ്ലിച്ചി ആയിരുന്നു. അതിൻ്റെ ഒരു വലിയ ബഗ്ഗൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ അപ്ഡേറ്റൊക്കെ അയച്ച് ഒന്ന് ലെവലാക്കിയിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ആ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. സ്റ്റിൽ അതിൽ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഇൻ ദാറ്റ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. സോ എക്സാക്ട്ലി അതേ സ്കാനറാണോ ഇവിടെ വരാൻ പോകുന്നത്, അതോ ഡിഫറൻറ്റ് സ്കാനർ ആണോ എന്നറിയില്ല. എനിവേ ഗൂഗിളും ആപ്പിളിൻ്റെ അതേ റൂട്ടിലാണ് പോകുന്നത്. അതായത് പിശുക്കി അപ്ഡേറ്റ്സ് തരുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഹാർഡ്വെയർ അപ്ഡേറ്റ്സ്. സോ മിക്കവാറും അടുത്ത വർഷം പിക്സൽ 7aയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തവണ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കിട്ടിയല്ലോ, അത് മതി. ഇനി മിക്കവാറും 90 ഹെർട്സ് നെക്സ്റ്റ് ഇയർ ആയിരിക്കും. ചിപ്സെറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഗൂഗിളിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആയ പിക്സൽ 6 പ്രോയിലും 6ലും ഉണ്ടായിരുന്ന എക്സാക്ട്ലി അതേ ചിപ്സെറ്റ്, ടെൻസോർ ഫസ്റ്റ് ജനറേഷൻ ടെൻസോർ ചിപ്സെറ്റ് ആണ് പിക്സൽ 6aയിലും വരുന്നത്. ഇതൊരു ഗെയിമിംഗ് ചിപ്സെറ്റ് അല്ല കേട്ടോ. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ഗുഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അതിനോടൊപ്പം തന്നെ നല്ല ISP ഇമേജ് സിഗ്നൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയുള്ള ഒരു ചിപ്സെറ്റ് ആണ്. പിന്നെ ഒരു ഗൂഗിൾ പിക്സൽ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്, അതായത് ഗൂഗിൾ പിക്സൽ വാങ്ങുന്നത് തന്നെ അതിന് വേണ്ടിയാണ്. അതായത് പിക്സൽ എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും ക്യാമറ ഉണ്ട്, പക്ഷേ പിക്സൽ എക്സ്പീരിയൻസ് വലിയൊരു ഹൈലൈറ്റിംഗ് പോയിന്റ് ആണ് ഒരു ഗൂഗിൾ പിക്സൽ ഫോണിൻ്റെ. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അപ്ഡേറ്റ്സ് ഒക്കെ ഏറ്റവും ഫസ്റ്റ് കിട്ടും. ആഡ്സ് ഇല്ല, ബ്ലോട്ട്വേഴ്സ് ഇല്ല, അനാവശ്യമായ നോട്ടിഫിക്കേഷൻ, അനാവശ്യമായ ബ്ലോട്ട്വേഴ്സ്, ആഡ്സ് ഒന്നും കാണേണ്ടി വരില്ല. പ്യുവർ സ്റ്റോക്ക് അതിനോട് എക്സ്പീരിയൻസ് കിട്ടും. പിക്സലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ചില ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ആ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. ഇത് പറയുമ്പോഴും പിക്സൽ 6ലും 6 പ്രോയിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബഗ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ജനറേഷൻ ടെൻസോർ ചിപ്പ് അല്ലേ, അതുമായിട്ടുള്ള ഒരു ഓപ്റ്റിമൈസേഷൻ്റെ കുറവായിരിക്കും. അത് ഗൂഗിൾ അപ്ഡേറ്റിലൂടെ ശരിയാക്കുന്നുണ്ട്, 1 by 1 എല്ലാം ശരിയാക്കുന്നുണ്ട്. സോ ആ അപ്ഡേറ്റ്സ് ഒക്കെ ഇവിടെയും വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഫോൺ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, 6GB 128GB ആണ് റാം സ്റ്റോറേജ് വേരിയൻറ്റ്. നോർമലി പിക്സൽ ഫോൺസിന് വരുന്ന ആ ഒരു 12.2 മെഗാ പിക്സൽ സെൻസർ ഉണ്ടല്ലോ, അതാണ് ഇവിടെ വരാൻ പോകുന്നത്. OISൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 12 മെഗാ പിക്സലിൻ്റെ ആണ് അൾട്രാ വൈഡ്. പിക്സൽ 5aയിൽ 16 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ഉണ്ടായിരുന്നു. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ചെറിയ ഡൗൺ ഗ്രേഡ് നടന്നിട്ടുണ്ട്. കോസ്റ്റ് കട്ടിങ് ആണോ എന്നറിയില്ല, പക്ഷേ എന്തായാലും അവിടെ ചെറിയൊരു ഡൗൺ ഗ്രേഡ് വന്നിട്ടുണ്ട്. പിന്നെ നോർമലി പിക്സൽ ഫോൺസിൽ വരുന്ന ആ ഒരു 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ, മെഗാ പിക്സലിൻ്റെ കണക്ക് നോക്കേണ്ട, നല്ല സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരാൻ പോകുന്നത്. പിക്സൽ ഫോൺ ആയതുകൊണ്ട് വളരെ നല്ല ക്ലാസ് ക്യാമറ പെർഫോമൻസ് പ്രതീക്ഷിക്കാം. എസ്പെഷ്യലി ഫോട്ടോസിൽ വളരെ നല്ല ക്യാമറ പെർഫോമൻസ് പ്രതീക്ഷിക്കാം. വീഡിയോ ആണെങ്കിലും 4K 60 FPS റിയർ വീഡിയോ പെർഫോമൻസ് കിട്ടും. 1080p 30 FPS ആയിരിക്കും സെൽഫി വീഡിയോ. പിക്സൽ 6ലും 6 പ്രോയിലുള്ള എക്സ്ക്ലൂസീവ് ചില ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അത് ഇവിടെ വരുന്നുണ്ട്. അതായത് നൈറ്റ് സൈറ്റ്, അതായത് ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നുള്ള നൈറ്റ് മോഡാണ് ബേസിക്കലി നൈറ്റ് സൈറ്റ്, അത് ഇവിടെയും വരുന്നുണ്ട്. മാജിക് ഇറേസർ ടൂൾ, അതായത് ആവശ്യമില്ലാത്ത ഓബ്ജക്ട്സ് ഒക്കെ നിങ്ങളുടെ ഫോട്ടോയിലുണ്ടെങ്കിൽ എടുത്ത് മാറ്റാനുള്ള സംഭവമാണ് മാജിക് ഇറേസർ ടൂൾ. ഈ മാജിക് ഇറേസർ ടൂളിൽ ചെറിയൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ ഓബ്ജക്റ്റിൻ്റെ കളർ, ആ ഒരു ഓബ്ജക്റ്റിൻ്റെ മാത്രമായിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അവരെൻ്റെ ലൈവ് ഡെമോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സംഭവം ഫോൺ കിട്ടിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, പിക്സൽ 5aയിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇത്തവണ വീണ്ടും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഹെഡ്ഫോൺ ജാക്ക് അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം 6ഉം 6 പ്രോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അത് ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആണ്. പക്ഷേ ഇവിടുന്ന് എന്തിനാണ് മാറ്റിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പം ഗൂഗിളിന് അവരുടെ പിക്സൽ ബഡ്സ് ഒക്കെ വിൽക്കാൻ താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പം. ഇനി അതൊരു സെപ്പറേറ്റ് ബിസിനസ്സാണ് ഇപ്പം ബഡ്സിൻ്റെ. ആ ബിസിനസ് പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി ഉള്ള സ്റ്റെപ്സ് ആണ് ഇതൊക്കെ. അതുകൊണ്ടാണ് മിക്ക എല്ലാ ബ്രാൻഡുകളും ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് മാറ്റുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ബാറ്ററിയാണ്. ബാറ്ററിയിൽ ചെറിയൊരു ഡൗൺഗ്രേഡ് വന്നിട്ടുണ്ട്. 4680 mAh ബാറ്ററി ആയിരുന്നു പിക്സൽ 5ൽ. ഇത്തവണ 4410 mAh ബാറ്ററിയാണ്. ഓക്കെ, സോ ചെറിയൊരു ഡൗൺഗ്രേഡ് വന്നിട്ടുണ്ട്. ചാർജിങ് ഇപ്പോഴും 18 വാട്ടിൻ്റെ ചാർജിങ് ആണ് കേട്ടോ. അതായത് ഈ പ്രൈസിലും 18 വാട്ടിൻ്റെ ചാർജിങ്. എനിവേ, സോ ഇറ്റ്സ് ഓക്കെ. പിക്സൽ ഫോണാണ്, നമ്മൾ ചാർജിങ് നോക്കിയിട്ടല്ല വാങ്ങാൻ പോകുന്നത്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആ ഒരു ലൈവ് ട്രാൻസ്ലേഷൻ ഫീച്ചർ ഉണ്ടായിരുന്നല്ലോ 6ലും 6 Pro ഉണ്ടായിരുന്ന ലൈവ് ട്രാൻസ്ലേഷൻ ഫീച്ചർ. എക്സാക്ട് അതേ ഫീച്ചർ ഇവിടെ വരുന്നുണ്ട്. ബേസിക്കലി ആ ചിപ്സെറ്റിൽ നിന്ന് വരുന്ന ഫീച്ചറാണ്. സോ എക്സാക്ട്ലി ചിപ്സെറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട്, ആ സെയിം ചിപ്സെറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ലൈവ് ട്രാൻസ്ലേഷൻ ഫീച്ചർ ഇവിടെ കിട്ടുന്നുണ്ട്. അതേ രീതിയിൽ സെക്യൂരിറ്റി, ആ ഒരു ടൈറ്റൻ M2 ചിപ്പ്, ആ ചിപ്പ് അതായത് ഹാർഡ്വെയർ ലെവൽ സെക്യൂരിറ്റിയാണ് കിട്ടുന്നത്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ലെവൽ സെക്യൂരിറ്റിയാണ് കിട്ടുന്നത്. എക്സാക്ട്ലി ആ ഒരു ടൈറ്റൻ M2 ചിപ്പ് പിക്സൽ 6ലും വരും. പിന്നെ 5 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റ് അല്ല കേട്ടോ, സെക്യൂരിറ്റി അപ്ഡേറ്റ് അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. OS അപ്ഡേറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതും ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ലോഞ്ച് ഇവൻറ്റിൽ അവർ OS അപ്ഡേറ്റ് മെൻഷൻ പോലും ചെയ്തിട്ടില്ല. സാംസങ് അവരുടെ സൈഡിൽ നിന്ന് നല്ല പുഷ് കൊടുക്കുന്നുണ്ട്, 4 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. സോ അത് കണ്ടിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യാത്തത് എനിക്കറിയില്ല. എനിവേ 5 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്തായാലും കിട്ടും. $449 പിക്സൽ 6ന്റെ ലോഞ്ച് പ്രൈസ്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 35,000 രൂപയാണ്. ഓക്കെ, ഏകദേശം 35,000 രൂപയായിരിക്കും US പ്രൈസ്. ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടായിരിക്കും ഇവിടെ വിൽക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇമ്പോർട്ട് ടാക്സ് ഒക്കെ വരും. ഏകദേശം 40,000 റുപ്പീസ്, 40,000 രൂപയ്ക്കായിരിക്കും പിക്സൽ 6 ഇന്ത്യയിൽ അവൈലബിൾ ആകാൻ പോകുന്നത്. ഗ്ലോബലി ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ജൂലൈ ആണ്. അതായത് പ്രീ ഓർഡേഴ്സ് ഒക്കെ ജൂലൈയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നു കേട്ടോ. ഗൂഗിൾ ഇന്ത്യയുടെ സൈഡിൽ നിന്നുള്ള ഒഫീഷ്യൽ ട്വീറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാക്ട് ഡേറ്റ് അവർ വെളിപ്പെടുത്തിയിട്ടില്ല. ലേറ്റർ ദിസ് ഇയർ. ഇവർക്ക് ഇത് ഒരുമിച്ച് അങ്ങ് ഇറക്കിക്കൂടെ? എന്തിനാണ് ഇന്ത്യയിൽ സെപ്പറേറ്റ് ബാക്കി എല്ലായിടത്തും സെപ്പറേറ്റ്? ഐ ഡോണ്ട് നോ. എനിവേ ഈ ഒരു ഫോൺ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, അതായത് സ്പെഷ്യലി ഗൂഗിളിൻ്റെ പിക്സൽ ഫോൺ വാങ്ങാൻ നോക്കുന്നവർക്കായി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോഴും ഒരുപാട് പേര് പിക്സൽ 6ഉം 6 Pro പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുള്ള റിസ്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വാറൻറ്റി നമുക്ക് ഇന്ത്യയിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിക്സൽ 6ന്റെ വാറൻറ്റി ഇന്ത്യയിൽ സെയിൽ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റിൽ 40,000 റുപ്പീസ് ആണ്. പ്ലാസ്റ്റിക് ബാഗ് ഈസ് ഓക്കെ. പ്ലാസ്റ്റിക് ബാഗ് എനിക്ക് പ്രശ്നമില്ല. ഈവൻ 18 വാട്ടിൻ്റെ ചാർജിങ്ങും എനിക്ക് ഓക്കെ ആണ്. അതായത് അത്രയും നേരം സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. സോ 18 watt ചാർജിങ് ഇസ് ഓൾസോ ഓക്കെ. പക്ഷേ 60 ഹെർട്സിന് റിഫ്രഷ് റേറ്റ് 40,000 റുപ്പീസിൽ ഒരു 90 ഹെർട്സ് എങ്കിലും കൊടുക്കാമായിരുന്നു. പിക്സൽ 6ലും 6 Proയിലും പുതിയ സെൻസേഴ്സ് ഉണ്ടായിരുന്നു, പുതിയ ചിപ്സെറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ടിൻ്റെ കോമ്പിനേഷൻ ഉണ്ടായിട്ടും അങ്ങനെ ഭയങ്കരമായ ഒരു ക്യാമറ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു ആക്ച്വലി പിക്സൽ 6 സീരീസിൽ. സ്പെഷ്യലി ഇവിടെ ആ ഒരു പുതിയ ചിപ്സെറ്റും പക്ഷേ പഴയ സെൻസർ, അതായത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് സെൻസറാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എങ്ങനെയാണ് ഗൂഗിൾ ഇത് ഓപ്റ്റിമൈസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഫസ്റ്റ് ജനറേഷൻ ടെൻസോർ ചിപ്പ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ചില ബഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് നോർമൽ സോഫ്റ്റ്വെയർ ബഗ്സ് ഉണ്ടായിരുന്നു, ബാറ്ററി ഇഷ്യൂ ഉണ്ടായിരുന്നു, ഈവൻ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു ചില പിക്സൽ ഫോൺസിൽ. സോ അതൊക്കെ സോൾവ് ചെയ്തിട്ട് ആണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് പിക്സൽ 6ലും ലെറ്റ്സ് ഹോപ്പ്. ഓക്കെ, ബാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. Goodbye.